അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലാണ്. ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിലോ എന്നായ മൃഗശാലയാണിത് അല്ലേ. ഇതിൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാണ്ടെന്നാണ് പറഞ്ഞത്. കുറേ മൃഗങ്ങളും ഇതൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് കഴിഞ്ഞ സർക്കാരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം അല്ലേ. നവീകരിച്ച പാർക്ക് മൃഗശാല. ഓക്കെ, പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂ നിന്നിട്ട് പോയി ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അവിടെ ക്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ എത്ര വെച്ചാൽ എത്ര ടിക്കറ്റ് വെച്ചാൽ ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 70 ഉറുപ്പിക കേട്ടോ, മുതിർന്ന ആൾക്കാർക്ക് അല്ലേ. കുട്ടികൾക്ക് കുറവുണ്ട്. അങ്ങനെ ഇതിനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. മോഫില് പ്രായപൂർത്തി ആകാത്തതുകൊണ്ട് എനിക്ക് 30 ഉറുപ്പികക്ക് തന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ കയറുക. ഇതിപ്പോൾ കുറച്ച് നടക്കാൻ കിട്ടും അവിടേക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ ബസ് ഉണ്ട്. ഇത്ര പോകുമ്പോൾ നമ്മൾ കുറച്ച് നടന്നു പോകണം. ആ മൃഗങ്ങളെ അവിടെ എടുത്താനേ കുറച്ച് നടക്കാണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കളവ് പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് കയറിക്കണേ. അപ്പൊ ഞങ്ങളില്ലെന്ന് പറഞ്ഞു. പക്ഷെ നോബലിന്റെ പ്രത്യേകം അത് നോട്ട് ചെയ്ത് കണ്ടോ. 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടോന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, പെൻഷൻ കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ല. സാധനം സെറ്റായി. സാധനം നല്ല ഷോ ഉണ്ടല്ലേ കാണാൻ. അകമ്പടിയോടെ എല്ലാം സുരക്ഷിതമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ മുതലുണ്ടെന്നാ പറയണത്. പക്ഷെ ഒന്നും കാണാനില്ലോ. അതാ അഖിലേ ആളെ ഉറങ്ങണോ ശല്യപ്പെടുത്തുണ്ടോ? ഉറങ്ങണേ അല്ലേ? ഉറങ്ങിയെന്ന് സംശയമുണ്ട്. മുതല എന്റെ മുതല കുഞ്ഞുങ്ങൾക്ക് അല്ലേ നിങ്ങളെടുത്തല്ലോ. മുതല കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടി. ജീവണ്ടോ? ജീവണ്ടോ? ടെസ്റ്റ് അതുപോലെ ഇതാണ് നമ്മുടെ മലയണ്ണ കേട്ടോ. മലയണ്ണൻ നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണാനും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടല്ലേ. എന്താ ചെയ്യുക. അപ്പുറത്ത് മയിലിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരു വെല്ല തയ്ക്കണ്ടേ. നമ്മുടെ വീട്ടിലടയിലേ കോഴികൾ കാണുന്ന പോലെ ഇപ്പം മയിലിനെ കണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റെന്താണ് മലയണ്ണാൻ വെള്ളച്ചെവിയൻ മാൻമോസെറ്റി, കറുത്ത തൂവലുള്ള മർമോസെറ്റി. ഇതെന്താണെന്ന് പറയുക, നമ്മുടെ ഘോരവനാന്തരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കലമാനയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗർജിക്കുന്ന സിംഹത്തിൻ്റെയും പുലിയുടെയും ഇടയിൽ അകപ്പെട്ട് ഒരു പാവം പേടമാനായി ഓടിക്കൊണ്ടിരിക്കുന്ന ഇവരെ ആര് രക്ഷിക്കും? ഇതുവരെ പുലിനെ കണ്ടില്ലല്ലോ. ഇനിവിടെ എങ്കേ
അത് തരാം മങ്കിയടാ വേണ്ട. ആ ഒരു മങ്കി നമ്മളെ ഫുൾ ടൈം കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഓനെ ഇനിയിപ്പോ ഓനക്കൊരു മോശമില്ലേ. ഞങ്ങളിവിടെ സംഭവം കാണാൻ നല്ലതുണ്ട്. പക്ഷെ എന്താ വേറെ പ്രശ്നം അറിയോ, നടന്ന് ക്ഷീണിക്കും. അപ്പൊ അതിനിവർ കണ്ടെത്തിയൊരു മാർഗമുണ്ട്. അതിൻ്റെ ഉള്ളിലെ ഒരു ഫുഡ് സ്പോട്ട്. അവിടെ കുറേ ഡ്രിങ്ക്സും ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാം, അല്ലാതെ നടക്കൂല. ഇനി ഒരു അടി മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വരി. അപ്പോൾ ഇതാണ് നമ്മുടെ ആൾക്കാരെ വഴിട്ടോ. വരി. ഇതിന് ഇവരെ കാണാനാണ് നമ്മൾ വന്നുള്ളത്. ഒരു ചായ വിത്ത് ടൈഗർ. ചായ വിത്ത് ടൈഗർ. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് കാണാനുള്ള നേരം കിട്ടി കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഒരു സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കറക്റ്റായ സമയത്ത് പട്ടാമ്പി എത്തേണ്ടതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളിക്കാരന് അതിൻ്റെതായ പ്രഷറും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാണൽ നിർത്തുകയാണ്. പക്ഷെ ഇതൊരു ലോകമാണ് അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളൊരു ഭാഗം കണ്ടിട്ടുള്ളൂ. ഇത് കുറച്ച് രാവിലെയൊക്കെ വന്ന് കണ്ടിട്ട് അത് ഫുള്ളാക്കണ്ടാണ്. പക്ഷെ ഞങ്ങൾ വഴുകി ഒരുപാട് ഞങ്ങളുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ ശരി നോക്കട്ടോ. അപ്പോൾ ഞങ്ങൾ